ഡിയർ സ്റ്റുഡൻസ്, നമ്മളന്ന് നോക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കേണ്ടായി എന്താണ് മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെഫിനിഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് കണ്ടെയ്നിങ് ഇൻ ദി ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അല്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചാണ്. ഇതും ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്തൊക്കെയാണ് അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സ് വരുന്നത്. ഓക്കെ, നമുക്ക് ഓരോ എലമെൻറ്റ്സ് ആയിട്ട് നോക്കാം. ആകെ 7 സ്റ്റേജസ് ആയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സിന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുക. ചില ടെക്സ്റ്റ് ബുക്കിൽ 6 കൊടുത്തിട്ടുണ്ടാവാം, ചിലതിൽ 7 വരാം. നമ്പർ ഓഫ് സ്റ്റേജസിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. എങ്കിലും ഇതിൻ്റെ എല്ലാം ക്രക്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, എന്തെല്ലാം സ്റ്റേജസിലൂടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് വേറൊരു പേര് കൂടെ പറയാം, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്നൂടെ പറയാം. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന സെക്യൂരിറ്റികളുടെ, ഷെയർസ്, ഡിബഞ്ചർ പോലുള്ള സെക്യൂരിറ്റികളുടെ കളക്ഷന് ടോട്ടലായിട്ട് കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ. ഇപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ കളക്ഷൻ ഓഫ് സെക്യൂരിറ്റി ദാറ്റ് ഫോംസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന, മൊബിലൈസ് ചെയ്തിരിക്കുന്ന, ബഞ്ച് ചെയ്തിരിക്കുന്ന ബണ്ടിൽ ഓഫ് സെക്യൂരിറ്റീസ്, അതിനെയാണ് എന്ത് പറയുന്നത്? പോർട്ട്ഫോളിയോ. അപ്പോൾ പോർട്ട്ഫോളിയോ പ്രോസസ്സ് എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയാം, ഓർ സിംപ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്. എന്തൊക്കെ സ്റ്റേജസിലൂടെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ഓർ ഡ്രാഫ്റ്റിംഗ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ പ്രോസസ്സിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഡ്രാഫ്റ്റിംഗ് ഓർ ക്രിയേറ്റിംഗ് ഓർ ഫോർമുലേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. ഓക്കെ, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് വരാവുന്ന ഘടകം അല്ലേ? നമ്മൾ എന്തിനെ കുറിച്ചാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്? ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് ലക്ഷ്യമാണ് നമുക്ക് റൈറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിക്കുന്ന പോളിസി ഏത് തരത്തിലുള്ള പോളിസിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പോളിസി നിശ്ചയിക്കുന്ന സമയത്ത് കുറേയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം എപ്പോഴാണ്? ഓക്കെ, ടെന്യൂർ എന്ന് വേണമെങ്കിൽ പറയാം, കാലാവധി, കാലയളവ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ അല്ലേ? അപ്പോൾ അത് തന്നെ അതിൻ്റെ പീരീഡ് എങ്ങനെയായിരിക്കണം? 5 വർഷത്തേക്കാണോ, 2 വർഷത്തേക്കാണോ, 1 വർഷത്തേക്കാണോ, 1 മന്തിനാണോ, അല്ലെങ്കിൽ വളരെ ഷോർട്ട് പീരീഡിലേക്ക് ചെയ്യേണ്ടതാണോ, ലോങ് പീരീഡിലേക്ക് ചെയ്യണം? അപ്പോൾ അതിനെക്കുറിച്ച് നിശ്ചയിക്കണം അല്ലേ? എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് ദി എമൗണ്ട് അവൈലബിൾ ഫോർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്? അപ്പോൾ നമ്മൾ അതിനെ ക്വാണ്ടം ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഫണ്ട് അവൈലബിൾ ഫോർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ, എന്ത് റിട്ടേൺ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? എത്രമാത്രം റിട്ടേൺ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു? അപ്പോൾ 10% റിട്ടേൺ ആണോ നമ്മൾ പ്രതീക്ഷിക്കുക, 15% പ്രതീക്ഷിക്കുക, അതല്ലെങ്കിൽ 8% പ്രതീക്ഷിക്കുക? അപ്പോൾ നമ്മൾ റിട്ടേണിനെ കുറിച്ച് അതിൽ സ്പെസിഫൈ ചെയ്യണം. അതുപോലെ തന്നെയാണ് വേറെന്താ? റിസ്കിനെ കുറിച്ച്. എന്താ റിസ്ക്? നമുക്കറിയാം, ഇൻവെസ്റ്റ്മെൻറ്റിൽ വരാവുന്ന റിട്ടേൺ കിട്ടുന്നതിൽ വരാവുന്ന കുറവിനെയോ ഡീവിയേഷനെയോ വേരിയേഷനെയൊക്കെയാണ് എന്ത് പറയുന്നത്? റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക് എന്താണ്? വളരെ കൂടുതൽ റിസ്ക് ഏറ്റെടുക്കാൻ നമുക്ക് തയ്യാറാണോ, അല്ല റിസ്ക് വളരെ കുറച്ച് മാത്രം ഏറ്റെടുക്കാനാണോ നമ്മൾ തയ്യാറാവുന്നത്? നമുക്കറിയാം, റിസ്ക്കും റിട്ടേണും തമ്മിൽ എന്തുണ്ട്? ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ? റിസ്ക് കൂടുതൽ എടുത്താലേ കൂടുതൽ റിട്ടേൺ കിട്ടുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്ററെ സമയമെടുത്തോളം അത് സ്പെസിഫൈ ചെയ്യണം. എന്ത് സ്പെസിഫൈ ചെയ്യണം? എന്ത് ഡിഗ്രി അല്ലെങ്കിൽ വാട്ട് ഡിഗ്രി ഓഫ് റിസ്ക് ഹീ ഈസ് സപ്പോസ് ടു ടേക്ക് ഓർ ഹീ ഈസ് റെഡി ടു ടേക്ക്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്കിനെ കുറിച്ച്, റിസ്ക് പെർസെപ്ഷനെ കുറിച്ച് ഓക്കെ അവർ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ടെന്യൂർ അല്ലെങ്കിൽ ടൈം പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്,
അതുപോലെ തന്നെ ഏത് സെക്യൂരിറ്റിയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇക്വിറ്റി ഷെയർ ആണോ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ടു ബി ഇൻവെസ്റ്റഡ്. ഓക്കെ, അതുപോലെ തന്നെ റിസ്ക് പെർസെപ്ഷൻ എന്താണ്, അതുപോലെ തന്നെ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ് ചെയ്ത് വയ്ക്കുന്ന സ്റ്റേജാണെന്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, ഫോർമുലേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. അപ്പോൾ അതിൽ നമ്മൾ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ്, വൈ വി ആർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് അതിൽ വരുന്നത്. ഓക്കെ, എന്താണ് നമ്മുടെ പർപ്പസ്. ഓക്കെ, ചില ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും, റിട്ടയർമെൻറ്റ് സമയത്ത് ഒരു എമൗണ്ട്, നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുക. അതൊരു ഒബ്ജക്റ്റീവാണ് അല്ലേ. അതുപോലെ തന്നെ റിട്ടയേർഡ് ഹാൻഡ്സ് ഉണ്ടാവും, ചിലപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൈസ, റിട്ടയർമെൻ്റ് എന്ന സമയത്ത് കിട്ടിയിരിക്കുന്ന പൈസ അവരെ ഇൻവെസ്റ്റ് ചെയ്യും. എന്തായിരിക്കും ലക്ഷ്യം, മന്ത്ലി ആയിട്ടോ അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ടോ പീരിയോഡിക്കലി ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അത് ഉപയോഗിച്ചിട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ആളുടെയും എക്സ്പെക്റ്റേഷൻ വ്യത്യാസമായിരിക്കും, ഒബ്ജക്റ്റീവ് വ്യത്യാസമായിരിക്കും, പോളിസി വ്യത്യാസം. അപ്പോൾ ഇൻവെസ്റ്ററുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരും. എന്താണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഐഡൻറ്റിഫൈയിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സ്. നമുക്കറിയാം വിത്തിൻ ദി സ്കോപ്പ് ഓഫ് അവർ ഒബ്ജക്റ്റീവ്, വിത്തിൻ ദ സ്കോപ്പ് ഓഫ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, ദർ ആർ മെനി alternatives, investment alternatives, security forms of investment or non-security forms of investment available അല്ലേ. നമ്മൾ ഒരു പക്ഷേ നേരത്തെ ഫിനാൻഷ്യൽ അസറ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താണത്, നമുക്ക് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, റിയൽ അസറ്റ്സിൽ, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിയൽ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡ്, ബുള്ളിയൻ, ഫോറിൻ കറൻസി അല്ലേ, അങ്ങനെയുള്ള പ്രഷ്യസ് മെറ്റൽ, ജുവൽസ്, ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ലാൻഡ്, ബിൽഡിംഗ് പോലുള്ള റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഷെയർസ്, ഡിബഞ്ചർ പോലുള്ള സെക്യൂരിറ്റി ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നോൺ സെക്യൂരിറ്റി ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, ബാങ്ക് ഡിപ്പോസിറ്റ്സ്, ഇൻഷുറൻസ് പോളിസി, പ്രൊവിഡൻറ്റ് ഫണ്ട് ഡിപ്പോസിറ്റ്സ്, പെൻഷൻ ഫണ്ട് ഡിപ്പോസിറ്റ്സ് അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട് സ്കീംസ്, ഇങ്ങനെ ഒട്ടനവധി നോൺ സെക്യൂരിറ്റൈസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് നമ്മുടെ ചുറ്റിലുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റിലുണ്ട്. ഇതിൽ നിന്നും അല്ലേ നമുക്ക് തിരഞ്ഞെടുത്തിട്ട് വേണം ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ബഞ്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം തിരഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എന്തെല്ലാം ആൾട്ടർനേറ്റീവ്സ് നമുക്ക് അവൈലബിൾ ആണ് എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതാണ് ഐഡൻറ്റിഫൈയിങ് ആൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെ അതിൽ വരാം, എന്തെല്ലാം ആൾട്ടർനേറ്റീവ്, സെക്യൂരിറ്റി ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏതൊക്കെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഓക്കെ, നോൺ സെക്യൂരിറ്റീസ് ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏതൊക്കെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, റിയൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന, ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവിനെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റീസോ ആൾട്ടർനേറ്റീവ്സോ ആയിരിക്കണം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഷോർട്ട് പീരീഡ് ആണെങ്കിൽ ഷോർട്ട് പീരീഡിന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി, ലോങ് പീരീഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ലോങ് പീരീഡിന് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സെക്യൂരിറ്റീസ്, അല്ല ഹൈ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ അതിനുള്ള സെക്യൂരിറ്റീസ്, അല്ല റിസ്ക് ലെസ് ആയിട്ടുള്ള ലോ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള സെക്യൂരിറ്റീസ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ് അല്ലേ. ഇപ്പോൾ 2 സ്റ്റേജായി. എന്തൊക്കെയായിരുന്നു സ്റ്റേജസ്? ഒന്ന്, ഫോർമുലേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് പോളിസി. നമ്പർ 2, ഐഡൻറ്റിഫൈയിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സ്. ഓക്കെ, നമുക്കിനി മൂന്നാമത്തേത് നോക്കാം. എന്താണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത്? മൂന്നാമത്തെ സ്റ്റേജിന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് എന്നോ പോർട്ട്ഫോളിയോ അനാലിസിസ് എന്നോ പറയാം, അല്ലെങ്കിൽ സെക്യൂരിറ്റി അനാലിസിസ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് പേര് പറയാം? ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയാം, പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറയാം, അല്ലെങ്കിൽ സിംപ്ലി സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയാം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയെ അല്ലെങ്കിൽ കുറച്ച് സെക്യൂരിറ്റികൾ, ഷെയർസിനെ ഇൻഡിവിജ്വലായിട്ടാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ അതിനെ സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയും അല്ലേ. പക്ഷേ കുറേയധികം സെക്യൂരിറ്റികളെ ചേർത്തിട്ടാണ് നമ്മൾ
ഒരു ബഞ്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേണിങ് റിസ്കിനെയും ഒക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയാം, പോർട്ട്ഫോളിയോ. ബഞ്ച് ഓഫ് സെക്യൂരിറ്റിക്ക് പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ. അതുകൊണ്ട് അതിനെന്ത് പറയുന്നു, പോർട്ട്ഫോളിയോ അനാലിസിസ്. ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയാം. അപ്പോൾ ഈ തേർഡ് സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു കമ്പനിയുടെ ഷെയർ അല്ലേ, അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയറിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അല്ലേ, കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർ മാർക്കറ്റിൽ നടക്കുന്ന അതിൻ്റെ ട്രേഡിങ് ആക്ടിവിറ്റി, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അപ്പോൾ അതാണ് സെക്യൂരിറ്റി അനാലിസിസ്. അപ്പോൾ സെക്യൂരിറ്റി അനാലിസിസിന് വേണ്ടി നമ്മൾ ചില മെത്തേഡ്സ് ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, ആ മെത്തേഡ്സിനെ കുറിച്ച് നമുക്ക് ടൈപ്പ് അല്ലെങ്കിൽ മെത്തേഡ്സിനെ കുറിച്ച് പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ സെക്യൂരിറ്റി അനാലിസിസിനെ കുറിച്ച് വരുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ, എന്താണ് ഇത് വരിക, 2 തരത്തിലുള്ള സെക്യൂരിറ്റി അനാലിസിസ് ആണ് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസ്, രണ്ടാമത്തത് ടെക്നിക്കൽ അനാലിസിസ്. ഓക്കെ, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്, ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സിനെ കുറിച്ച് അനലൈസ് ചെയ്യുക. കമ്പനി എന്താണ് അല്ലേ, കമ്പനിയുടെ മാനേജ്മെൻറ്റ് എന്താണ്, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എന്താ, ലിക്വിഡിറ്റി എന്താ, അല്ലെങ്കിൽ കമ്പനിയുടെ വയബിലിറ്റി എന്താണ്, കമ്പനിയുടെ ക്യാഷ് ഫ്ലോ എബിലിറ്റി എന്താ, റിട്ടേൺ മേക്കിംഗ് പ്രോസ്പെക്ട്സ് എന്താണ്, അവരുടെ ഇപ്പോഴത്തെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, നോർമൽ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എങ്ങനെയാണ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി എത്രയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കുറേയധികം വേരിയബിൾസ് കമ്പനി സ്പെസിഫിക് ആയിട്ടുണ്ട്. ഇങ്ങനെ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. ഇതിനെ കമ്പനി അനാലിസിസ് എന്ന് പറയും. ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ തന്നെ ഉള്ള ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കമ്പനി അനാലിസിസ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി, കമ്പനി വർക്ക് ചെയ്യുന്ന ഏത് ഇൻഡസ്ട്രിയിലാണ്, അതിൻ്റെ പ്രോസ്പെക്ട്സ് എന്താണ്, അതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്താണ്, അത് വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ, ഫ്യൂച്ചറിലുള്ള അതിന് പൊട്ടൻഷ്യൽ ഉണ്ടോ, ഇൻഡസ്ട്രിയുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറയും. അതും ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഭാഗമാണ്. മൂന്നാമത് എന്താ, എക്കണോമിക് അനാലിസിസ് അല്ലെങ്കിൽ എക്കണോമി അനാലിസിസ് നമ്മൾ ചെയ്യും. അവിടെ എന്ത് ചെയ്യുന്നു, ജനറലായിട്ട് എക്കണോമിയുടെ പ്രോസ്പെക്ട്സ് എന്താണ്, എക്കണോമിയുടെ ഗ്രോത്ത് റേറ്റ് എന്താണ്, എക്കണോമി ഇപ്പോൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ, ബിസിനസ് സൈക്കിൾ എന്താണ്, ഇപ്പോഴുള്ള സ്റ്റേജ് ഓഫ് ബിസിനസ് സൈക്കിൾ ഏതിലാണ് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ എക്കണോമിക്കൽ ആസ്പെക്ട്സ് നോക്കും. ഓക്കെ, ഇതൊക്കെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് മൂവ്മെൻറ്റ് എന്താണ്, ബുള്ളിഷ് മാർക്കറ്റാണോ ബെയറിഷ് മാർക്കറ്റാണോ, അപ്പ് ട്രെൻഡ് മാർക്കറ്റാണോ അല്ലെങ്കിൽ ട്രെൻഡ് മാർക്കറ്റിലുള്ള ട്രെൻഡ് അപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ. ഓക്കെ, അപ്പോൾ ട്രെൻഡ് റിവേഴ്സ് ചെയ്യുന്നുണ്ടോ, ട്രെൻഡ് നോർമലായിട്ട് കണ്ടിന്യൂവേഷൻ ട്രെൻഡാണോ. ഓക്കെ, അതുപോലെ പാറ്റേൺസ് എങ്ങനെയൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറേയധികം ടൂൾസ് ഉണ്ട്. ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. ഇങ്ങനെ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും എല്ലാം ചെയ്ത് ഒരു സെക്യൂരിറ്റിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് മുമ്പ് സെക്യൂരിറ്റികളുടെ മെറിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന ഡീറ്റെയിൽഡ് സ്റ്റഡിക്കാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അനാലിസിസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ തേർഡ് സ്റ്റെപ്പ്. എന്താണ് 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പോർട്ട്ഫോളിയോ സെലക്ഷൻ. എന്താ പോർട്ട്ഫോളിയോ സെലക്ഷൻ? എന്താണ് പോർട്ട്ഫോളിയോ സെലക്ഷൻ? പോർട്ട്ഫോളിയോ ഓൾറെഡി പറഞ്ഞു, ബഞ്ച് ഓഫ് സെക്യൂരിറ്റി, ബണ്ടിൽ ഓഫ് സെക്യൂരിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്താ, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുവർത്തിക്കുന്ന, നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ള സെക്യൂരിറ്റികളുടെ കളക്ഷൻ. ഓക്കെ, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ 2ാമത്തെ സ്റ്റേജിൽ നമ്മൾ പഠിച്ചു ഐഡൻറ്റിഫൈയിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു, അനലൈസ് ചെയ്തു. 3ാമത്തെ സ്റ്റെപ്പിൽ അനലൈസ് ചെയ്തു. അങ്ങനെ അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാകും, കുറേയധികം ഇൻഫർമേഷൻ കിട്ടി അല്ലേ. ഈ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ, ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ, അതിന് കിട്ടിയിരിക്കുന്ന ഇൻഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് യോജ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിനെ റിയലൈസ് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള സെക്യൂരിറ്റികളെയോ അല്ലെങ്കിൽ സെക്യൂരിറ്റികളുടെ കളക്ഷൻസിനെയോ ഗ്രൂപ്പിനെയോ നമ്മൾ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയറും വേറൊരു കമ്പനിയുടെ ഡിബഞ്ചർ ആവാം, അല്ലെങ്കിലോ ഒരു കമ്പനിയുടെ തന്നെ ഇക്വിറ്റി ഷെയറും ഡിബഞ്ചറും ആവാം, അല്ലെങ്കിലോ മുഴുവൻ ഡിബഞ്ചർ ആവാം, അല്ലെങ്കിലോ മുഴുവൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആവാം, അതല്ലെങ്കിലോ മുഴുവൻ ഇക്വിറ്റി ഷെയർ ആവാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കമ്പനികളുടെ ഇക്വിറ്റി ഷെയർസ് ആവാം. ഇങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമാക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും.
ഓക്കെ, ഇത് എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മുടെ റിസ്ക് എത്രയായിരിക്കണം, റിട്ടേൺ എത്രയായിരിക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ, ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റി, കളക്ഷൻ ഓഫ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ബഞ്ച് ഓഫ് സെക്യൂരിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് സെലക്ട് ചെയ്യുന്നു, ഉൾപ്പെടുത്തുന്നു. ഓക്കെ, ഇതാണ് സെലക്ഷൻ, പോർട്ട്ഫോളിയോ സെലക്ഷൻ. അടുത്തത് ഇപ്പം 4ാമത്തെ സ്റ്റേജായി അല്ലേ. ഇനി എന്താ അടുത്തത്? 5ാമത്തെ സ്റ്റേജായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ. ഓക്കെ, ഈ സെലക്ട് ചെയ്ത സെക്യൂരിറ്റിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നു, കൺസ്ട്രക്ട് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ 1 lakh rupees നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ വിചാരിച്ചു നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റി ഷെയർ 30% വേണം, അല്ലെങ്കിൽ 33% ഇക്വിറ്റി ഷെയർ വേണം. അപ്പോൾ 33,000 രൂപ നമ്മൾ ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു. ഓക്കെ, ദെൻ നമ്മൾ വിചാരിക്കുന്നു 33% നമുക്ക് ഡിബഞ്ചറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ 33,000 രൂപ എന്ത് ചെയ്തു? ഡിബഞ്ചർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ 33,000 രൂപ നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി 33,000 rupees മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും? 33,000 rupees ആവശ്യമുള്ള ഇക്വിറ്റി ഷെയർസ് വാങ്ങിക്കുക അല്ലേ. അപ്പോൾ ഏത് കമ്പനിയുടെ ആണെന്ന് നിശ്ചയിച്ചിട്ട് നമ്മൾ റിട്ടേൺ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആക്കുന്നു. ക്ലിയർ? രണ്ടാമത് എന്ത് ചെയ്യുന്നു? ഏത് കമ്പനിയുടെ ഡിബഞ്ചറാണോ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് റിയലൈസ് ചെയ്യാൻ പറ്റുന്നതിന് യോജ്യമായിട്ടുള്ള അങ്ങനെയുള്ള ഡിബഞ്ചർ വാങ്ങിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റ് സെക്യൂരിറ്റി, നമ്മുടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങിക്കുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുക, ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനാണ് എന്താ പറയുക? ക്രിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ ഇപ്പം എന്തായി? ഇത്രയും സ്റ്റേജസ് ആകുമ്പോഴേക്കും 4-5ാമത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിക്ഷേപിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ നിക്ഷേപിച്ചാൽ മാത്രം മതിയോ? ഇല്ല, ഇതോടുകൂടി കഴിയുന്നില്ല. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പീരിയോഡിക്കലി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? പോർട്ട്ഫോളിയോനെ ഇവാലുവേറ്റ് ചെയ്യണം. എന്താ ഇവാലുവേഷൻ? നമുക്കറിയാം, നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഷെയർസിൽ, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഷെയറുകൾ, ഡിബഞ്ചറുകൾ അല്ലേ, അങ്ങനെയുള്ള സെക്യൂരിറ്റീസിൻ്റെയൊക്കെ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, മാർക്കറ്റിൽ മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടാവാം, ചിലപ്പോൾ കൂടി വരുന്നുണ്ടാവാം, റിട്ടേണിൽ മാറ്റം വരുന്നുണ്ടാവാം. ഇങ്ങനെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ഡാറ്റ പരിശോധിച്ച് കറൻറ്റായിട്ട്, അപ് ടു ഡേറ്റ് ആയിട്ട്, ഡേ ടു ഡേ ബേസിസിൽ അല്ലെങ്കിൽ പീരിയോഡിക്കലി വീക്ക്ലി ബേസിസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ മാറുന്നുണ്ടോ, കൂടുന്നുണ്ടോ, കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറേ ദിവസം അല്ലെങ്കിൽ കുറേ മാസം നമ്മൾ പരിശോധിക്കാതൊക്കെ ഇരുന്ന് പിന്നീട് ഒരു ദിവസം എടുത്ത് പരിശോധിക്കുമ്പോഴേക്കും നമ്മുടെ വാല്യൂ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ 30,000 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 50,000 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 60,000 രൂപയായിട്ട് കുറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ ദിവസവും അല്ലെങ്കിൽ പീരിയോഡിക്കലി അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഇതിനെ മെഷർ ചെയ്തുകൊണ്ട്, മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്ന പ്രോസസ്സാണ് എന്തിവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ 6ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ. പോർട്ട്ഫോളിയോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, പോർട്ട്ഫോളിയോയിൽ മാറ്റം വരുന്നുണ്ടോ, റിട്ടേണിൽ മാറ്റം വരുന്നുണ്ടോ, റിസ്കിൽ മാറ്റം വരുന്നുണ്ടോ, സെക്യൂരിറ്റീസിൻ്റെ റിസ്ക്കോ റിട്ടേണോ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂലൊക്കെ കുറവ് വരുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത ശേഷം 1 വർഷമോ 2 വർഷമോ ഒക്കെ ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പീരീഡ്, നിശ്ചിത പീരീഡ്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പീരീഡൊക്കെ ആവുമ്പോൾ ഈ പോർട്ട്ഫോളിയോനെ നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം അല്ലേ. ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ എപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? ചിലപ്പോൾ അതിൽ ഉൾപ്പെടുത്തിക്കുന്ന ഷെയർസിലുണ്ട് കമ്പനി ബിസിനസ് അവസാനിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബിസിനസ് മോശമായി പോയിട്ട് അതിൻ്റെ ലാഭക്ഷമതയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവാം, പ്രോഫിറ്റബിലിറ്റി കുറയുന്നത് കൊണ്ട് റിട്ടേൺ കുറഞ്ഞിട്ടുണ്ടാവാം, ഡിവിഡൻഡ് കിട്ടുന്നത് കുറഞ്ഞു പോയിട്ടുണ്ടാവാം, പ്രൈസ് കുറഞ്ഞു പോയിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ അണ്ടർ പെർഫോമിങ് എന്ന് പറയും നമ്മൾ. അങ്ങനെ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഷെയർസിനെയും സെക്യൂരിറ്റീസിനെയൊക്കെ എന്താണ് നമ്മൾ ഒഴിവാക്കണം അല്ലേ. അതുപോലെ തന്നെ ഗ്രോത്ത് ആയിട്ടുള്ള ചില ഷെയർസും കമ്പനികളൊക്കെ എമർജ് ചെയ്ത് വന്നിട്ടുണ്ടാവാം മീൻ വൈ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഷെയർസിനെയും സെക്യൂരിറ്റീസിനൊക്കെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന നിലവിലുള്ള പോർട്ട്ഫോളിയോയിൽ നിന്നും ചില സെക്യൂരിറ്റീസിനെയൊക്കെ ഒഴിവാക്കുകയും അതുപോലെ തന്നെ വേറെ ചില സെക്യൂരിറ്റീസിനെയൊക്കെ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് പോർട്ട്ഫോളിയോനെ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? പോർട്ട്ഫോളിയോ റിവിഷൻ. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിവിഷൻ നമ്മൾ ചെയ്യുന്നു. ഇത്
1 വർഷമോ 2 വർഷമൊക്കെ കൂടുമ്പോഴായിരിക്കും ചെയ്യുക. ക്ലിയർ? അപ്പം ഇങ്ങനെ ചെയ്യുന്ന സ്റ്റേജസ് ഉൾപ്പെടുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിൽ എന്തൊക്കെ ഉണ്ടാവും? അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് നിശ്ചയിക്കണം. അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ്സ്, ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് ലഭ്യമായിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ സെക്യൂരിറ്റികളെ അനലൈസ് ചെയ്യണം. പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് സെലക്ട് ചെയ്യണം. അല്ലേ? വെറുതെ ഐഡൻറ്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. അനലൈസ് ചെയ്ത് നിന്ന് എന്ത് ചെയ്യണം? ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെലക്ട് ചെയ്യണം. അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ സെലക്ട് ചെയ്ത സെക്യൂരിറ്റീസിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോർട്ട്ഫോളിയോ വാങ്ങിക്കണം, അല്ലെങ്കിൽ അസറ്റ്സിനെ വാങ്ങിക്കണം, അല്ലെങ്കിൽ സെക്യൂരിറ്റീസിനെ വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിച്ചൊരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. അടുത്തതായിട്ട് എന്ത് ചെയ്യണം? പോർട്ട്ഫോളിയോ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലേ? അതിനെ അപ് ടു ഡേറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം, അതിനെ മെഷർ ചെയ്യണം, അതിനെ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ്ലി എന്താണ്? പോർട്ട്ഫോളിയോ റിവിഷൻ. പോർട്ട്ഫോളിയോ റിവിഷനോടുകൂടി ഇത് കഴിയുന്നുണ്ടോ പ്രോസസ്സ്? ഇല്ല. ക്ലിയർ? എന്താ ഇല്ല എന്ന് പറയാനുള്ള കാരണം, പോർട്ട്ഫോളിയോ റിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റി അണ്ടർടേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് വേണ്ടി വരും? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിൽ എന്ത് ചെയ്യേണ്ടി വരും? റിവൈസ് ചെയ്യേണ്ടി വരും. അല്ലേ? ഫോർ എക്സാമ്പിൾ, 1 വർഷം വരെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ശേഷം പോർട്ട്ഫോളിയോ റിവിഷന് വേണ്ടി നമ്മൾ തയ്യാറാവുകയാണ്. അല്ലേ? അപ്പോൾ നമ്മൾ റീതിങ്ക് ചെയ്യണം. എന്തൊക്കെ റീതിങ്ക് ചെയ്യും? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് കറക്റ്റായിരുന്നോ? നമ്മൾ പ്രതീക്ഷിച്ച ലാഭം കിട്ടിയോ? അല്ലെങ്കിൽ പ്രതീക്ഷിച്ച റിട്ടേണിൽ എന്തുകൊണ്ടാണ് നമുക്ക് കുറവ് വരാൻ കാരണം? റിസ്ക് വളരെ കൂടിപ്പോയോ? ഓക്കെ. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ. നമ്മുടെ പീരീഡിൻ്റെ പ്രശ്നമാണോ? ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ചിലപ്പോൾ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാം ചെയ്യണമെന്നില്ല, ആവശ്യമായുള്ള റിവിഷൻ ഇവിടെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈയിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ അനാലിസിസ്, പോർട്ട്ഫോളിയോ സെലക്ഷൻ, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ, പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ, പിന്നെ അവസാനം പോർട്ട്ഫോളിയോ റിവിഷൻ. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? പ്രോസസ്സ്. ഓക്കെ. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ. ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മാത്രം ചെയ്യേണ്ടതല്ല, എല്ലാ സമയത്തും ചെയ്തിരിക്കേണ്ട ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് പ്രോസസ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ പ്രോസസ്സ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം.